നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിൻ്റെ ചരിത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. മലബാർ മാനുവലിൻ്റെ കർത്താവായ വില്യം ലോഗൻ്റെ അഭിപ്രായപ്രകാരം കാഞ്ചിയിലെ പല്ലവ വംശം 2 അഥവാ 3-ാം നൂറ്റാണ്ടിൽ മലബാർ ആക്രമിക്കപ്പെടുകയും അവരുടെ തലസ്ഥാനങ്ങളിലൊന്നായ പാലക്കാട് ആയിരിക്കും ഇന്നത്തെ പാലക്കാട് എന്ന് അനുമാനിക്കുന്നു. തെക്കേ ഇന്ത്യയിലെ പല നാട്ടുരാജവംശങ്ങളും മലബാർ ആക്രമിച്ചിട്ടുള്ളതാണ്. വളരെ കാലം മലബാർ പെരുമാക്കൾമാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഓരോ പ്രദേശം പ്രബലരായ നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. പെരുമാക്കൾമാരുടെ ഭരണത്തിന് ശേഷം മലബാർ പ്രദേശം വള്ളുവനാട്ടിലെ വള്ളുവക്കോനാതിരി, വേങ്ങുനാട്ടിലെ കൊല്ലക്കോട് രാജാവ്, പാലക്കാടിലെ ശേഖരിവർമ്മ രാജാവ് എന്നീ നാട്ടുരാജാക്കന്മാരുടെ കീഴിലായിത്തീർന്നു. 1757 കോഴിക്കോടിലെ സാമൂതിരി രാജാവ് പാലക്കാട് ആക്രമിച്ചപ്പോൾ പാലക്കാട് രാജാവ് മൈസൂരിലെ ഹൈദരാലിയുടെ സഹായം ആവശ്യപ്പെടുകയും ഹൈദരാലിയുടെ സഹായം ലഭ്യമായതിനാൽ സാമൂതിരിക്ക് മലബാറിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. സാമൂതിരിയുടെ കൈവശത്തിലിരുന്ന പാലക്കാടിലെ പ്രദേശമടക്കമുള്ള എല്ലാ പ്രദേശങ്ങളും പിന്നീട് ഹൈദരാലി കീഴ്പ്പെടുത്തി. തന്മൂലം പാലക്കാട് രാജാവ് കൈവശം വെച്ചിരുന്ന എല്ലാ പ്രദേശങ്ങളും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ഹൈദരാലിയുടെ മകൻ ടിപ്പു സുൽത്താൻ്റെയും കൈവശം എത്തിച്ചേരുകയും ചെയ്തു. ടിപ്പുവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം 1872 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ കൈവശത്തിലായിരുന്ന മലബാർ പ്രദേശം മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയും മലബാർ പ്രദേശം മദിരാശി പ്രസിഡൻസിക്ക് കീഴിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനെ തുടർന്നും 1956 ഐക്യ കേരളം നിലവിൽ വരികയും ചെയ്തതിനെ തുടർന്ന് മദിരാശി പ്രസിഡൻസിക്ക് കീഴിലുണ്ടായിരുന്ന മലബാർ പ്രദേശം ഭാഷാടിസ്ഥാനത്തിൽ കേരളത്തോട് ചേർക്കപ്പെട്ടു. പാലക്കാട്, പെരിന്തൽമണ്ണ, പൊന്നാനി, ഒറ്റപ്പാലം, ആലത്തൂർ, ചിറ്റൂർ എന്നീ പ്രദേശങ്ങൾ ഒന്നിച്ചു ചേർത്ത് പാലക്കാട് ജില്ല രൂപീകൃതമായത് 1957 ജനുവരി 1-ാം തീയതിയാണ്. പിന്നീട് 1969 ജൂൺ 16-ാം തീയതി മലപ്പുറം ജില്ല രൂപീകൃതമായപ്പോൾ പൊന്നാനി താലൂക്കിലെ തൃത്താല, ഫർക്ക പാലക്കാടിനോട് ചേർത്തും പെരിന്തൽമണ്ണ താലൂക്കിലെ മങ്കട, ഫർക്ക, പെരിന്തൽമണ്ണയിലെ ഫർക്കയിലെ കർക്കിടകാംകുന്ന്, ചെത്തല്ലൂർ അംശം എന്നിവ ഒഴികെയുള്ള പ്രദേശം മലപ്പുറം ജില്ലയോടും ചേർക്കപ്പെട്ടു. കർക്കിടകാംകുന്ന്, ചെത്തല്ലൂർ അംശം എന്നിവയിൽ ഉൾപ്പെട്ട 19 വില്ലേജുകൾ ചേർത്ത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പുതിയൊരു താലൂക്ക് രൂപീകരിക്കുകയും ചെയ്തു. തൃത്താല, ഫർക്കയിൽ ഉൾപ്പെട്ട വടക്കേക്കാട്, പന്നയൂർ, പുന്നയൂർക്കുളം എന്നീ വില്ലേജുകൾ തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിനോടും ചേർക്കപ്പെടുകയും തിരൂർ താലൂക്കിലെ പരുത്തൂർ വില്ലേജ് ഒറ്റപ്പാലം താലൂക്കിനോട് ചേർക്കപ്പെടുകയും ചെയ്തു. 2013 ഒറ്റപ്പാലം താലൂക്ക് വിഭജിച്ച് പട്ടാമ്പി ആസ്ഥാനമായി ഒരു താലൂക്ക് രൂപീകരിച്ചു. തരിശായ പാറപ്രദേശം എന്നർത്ഥമുള്ള പാല എന്ന പദവും വനപ്രദേശം എന്ന അർത്ഥമുള്ള കാട് എന്ന പദവും കൂടിച്ചേർന്ന് പാലക്കാട് എന്ന സ്ഥലനാമമുണ്ടായി എന്നൊരു പ്രബലമായ നിഗമനം കേൾക്കുന്നുണ്ട്. പുരാതന കാലത്ത് ഇവിടം കേന്ദ്രീകരിച്ച് ജൈനമത സംസ്കാരം നിലനിന്നതിൻ്റെ സൂചനയായി പാലക്കാട് ഒരു ജൈന ക്ഷേത്രം ഇന്നുമുണ്ട്. പാലി ഭാഷയും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ചിരുന്ന ജൈനമതക്കാരായിരുന്നു ഇവിടെ അധിവസിച്ചിരുന്നവർ എന്നതിനാലാണ് ഈ പ്രദേശത്തിന് പാലക്കാട് എന്ന പേര് ലഭിച്ചതെന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല, പാലമരങ്ങൾ നിറഞ്ഞ പ്രദേശമായിരുന്നതിനാലാണ് ഈ പ്രദേശത്തിന് പാലക്കാട് എന്ന പേര് ലഭിച്ചതെന്ന് മറ്റൊരു നിഗമനവും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. വടക്ക് ഭാഗത്ത് മലപ്പുറം ജില്ല, തമിഴ്നാട് എന്നിവിടങ്ങൾ വരെയും, കിഴക്ക് ഭാഗത്ത് തമിഴ്നാട് വരെയും, തെക്ക് ഭാഗത്ത് തൃശ്ശൂർ ജില്ല വരെയും, പടിഞ്ഞാറ് ഭാഗത്ത് തൃശ്ശൂർ, മലപ്പുറം ജില്ലകൾ വരെയും അതിരുകൾ വ്യാപിച്ചു കിടക്കുന്നു. പാലക്കാട് ജില്ലയ്ക്ക് 4480 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം, മണ്ണാർക്കാട്, അട്ടപ്പാടി, പാലക്കാട്, കുഴൽമന്ദം, ചിറ്റൂർ, കൊല്ലങ്കോട്, നെന്മാറ, ആലത്തൂർ, മലമ്പുഴ എന്നിങ്ങനെ 13 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്. മേൽപ്പറഞ്ഞ 13 ബ്ലോക്കുകളിലായി 91 ഗ്രാമപഞ്ചായത്തുകളും 162 വില്ലേജുകളും സ്ഥിതി ചെയ്യുന്നു. പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, ചിറ്റൂർ, തത്തമംഗലം എന്നിങ്ങനെ 4 മുനിസിപ്പാലിറ്റികൾ പാലക്കാട് ജില്ലയിലുണ്ട്. ചിറ്റൂർ, ആലത്തൂർ, ഒറ്റപ്പാലം, പാലക്കാട് എന്നിങ്ങനെ 4 താലൂക്കുകളിലായി ഈ ജില്ലയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു.
പാലക്കാട് ജില്ലാ പഞ്ചായത്തിലാകെ 29 ഡിവിഷനുകളുണ്ട്. കേരളത്തിൽ ഏതാണ്ട് മധ്യഭാഗത്ത് കിഴക്കരികിലായി തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലയാണ് പാലക്കാട്. ജില്ലയിലെ പ്രധാന കൃഷി നെല്ലാണ്. ഉയർന്ന മലമ്പ്രദേശങ്ങൾ, കുന്നുകൾ, ചെരിവുകൾ, സമതലങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാവുന്ന ഭൂപ്രകൃതിയാണ് പാലക്കാടിനുള്ളത്. കടൽ തീരബന്ധമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. പൊതുവെ ജില്ലയെ ഇടനാട്, മലനാട് എന്നിങ്ങനെ 2 ഭൂവിഭാഗങ്ങളായി വിഭജിക്കാവുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 20 മുതൽ 2386 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ ജില്ലയിൽ കാണപ്പെടുന്നു. പശ്ചിമഘട്ടവും പാലക്കാട് ചുരവും ജില്ലയുടെ പ്രത്യേകതകളാണ്. ജില്ലയിലെ വലിയൊരു ഭാഗം ക്രിസ്റ്റലൈൻ പാറകളാണ്. ഇടനാട്ടിൽ ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലായി കാണപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ 2ാമത്തെ വലിയ വ്യവസായ മേഖലയായി അറിയപ്പെടുന്ന കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് പല വ്യവസായങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് 2015 ഓഗസ്റ്റ് 3 കഞ്ചിക്കോടുള്ള താൽക്കാലിക ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. പല കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും ഈ പ്രദേശത്തുണ്ട്. കളക്ടറേറ്റ്, 5 താലൂക്കുകൾ, 186 വില്ലേജ് ഓഫീസുകൾ എന്നിവ കമ്പ്യൂട്ടറൈസ് ചെയ്തുകൊണ്ട് പാലക്കാട് ആദ്യത്തെ കടലാസില്ലാത്ത റവന്യൂ ജില്ലയായി. DC സ്യൂട്ട് സമ്പ്രദായത്തിൽ നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് കളക്ടറേറ്റായി ഇത് മാറി. കൂടാതെ 5 താലൂക്ക് ഓഫീസുകളും താലൂക്ക് സ്യൂട്ടിന് കീഴിൽ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും കളക്ടറേറ്റുമായി ബന്ധിപ്പിക്കുകയും ചെയ്ത ആദ്യത്തെ ജില്ലയായി. ജില്ലയിൽ വിവിധ വ്യവസായങ്ങളുണ്ട്. കേരളത്തിലെ കാർഷിക ജില്ലകളിലൊന്നാണ് പാലക്കാട്. നെൽകൃഷിയാണ് പാലക്കാട് ജില്ലയിലെ പ്രധാന കൃഷി. ജില്ലയിലെ 83,998 ഹെക്ടറിൽ നെൽകൃഷി നടത്തുന്നു. സംസ്ഥാനത്ത് നെല്ലുൽപാദനത്തിൽ 1ാം സ്ഥാനത്താണ് പാലക്കാട് ജില്ല. നിലക്കടല, പുളി, മഞ്ഞൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, മാമ്പഴം, വാഴ, പരുത്തി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്ത് പാലക്കാടുണ്ട്. റബ്ബർ, തേങ്ങ, അടയ്ക്ക, കുരുമുളക് എന്നിവയും കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളെപ്പോലെ വ്യാപകമായി കൃഷി ചെയ്യുന്നു. കേരളത്തിൻ്റെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകം എന്ന ഖ്യാതി പാലക്കാടിനുണ്ട്. ചെറുതും വലുതുമായ നിരവധി അമ്പലങ്ങളാലും കാവുകളാലും പ്രസിദ്ധമാണ് പാലക്കാട്. ജില്ലയിലെ പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളാണിവ. അട്ടപ്പാടി മല്ലീശ്വരൻ കോവിൽ, അഞ്ചുമൂർത്തി മംഗലം ക്ഷേത്രം, അഴകൊത്ത മഹാദേവ ക്ഷേത്രം, അഖിലാണം ശിവക്ഷേത്രം, അടയ്ക്കാപുത്തൂർ ശേഖരപുരം ധന്വന്തരി ക്ഷേത്രം, അടയ്ക്കാപുത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രം, ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം, ആലങ്ങാട് ചെറുകുന്നുകാവ്, കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രം, കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം, കൽപ്പാത്തി ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രം, കോട്ട ഹനുമാൻ ക്ഷേത്രം, കാവശ്ശേരി പരക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം, കോങ്ങാട് വലിയകാവ് തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രം, കുണ്ടുവമ്പാടം ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രം, കുണ്ടലശ്ശേരി തിരുനെല്ലി ശിവക്ഷേത്രം, കട്ടിൽമാടം ക്ഷേത്രം, കരിമ്പുഴ ബ്രഹ്മീശ്വരൻ ക്ഷേത്രം, കാച്ചാങ്കുറിശി മഹാവിഷ്ണു ക്ഷേത്രം, കിള്ളിക്കുറിശിമംഗലം മഹാദേവ ക്ഷേത്രം, കുമരനെല്ലൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, കുറുവട്ടൂർ നരസിംഹമൂർത്തി ക്ഷേത്രം, കൈത്തളി ശിവക്ഷേത്രം, കൊടുമ്പ് മഹാദേവ ക്ഷേത്രം, കേരളശ്ശേരി കള്ളപ്പാടി ശിവക്ഷേത്രം, കൊടുമുണ്ട മണിയമ്പത്തൂർ സരസ്വതി ക്ഷേത്രം, ചാക്യാങ്കാവ് അയ്യപ്പ ക്ഷേത്രം, ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രം, ചെങ്ങണംകുന്ന് ഭഗവതി ക്ഷേത്രം, ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ്, ചേറ്റിൽ വെട്ടിയ ഭഗവതി ക്ഷേത്രം, ചിറ്റലാഞ്ചേരി ശ്രീ ചിറനട്ടൂരി ഭഗവതി ക്ഷേത്രം, ചവളറ കുബേര ക്ഷേത്രം, തടുക്കശ്ശേരി നാഗംകുളങ്ങര ഭഗവതി ക്ഷേത്രം, തിരുമിറ്റിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം, തിരുവാലത്തൂർ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം, തിരുവേഗപ്പുറ ശങ്കരനാരായണ ക്ഷേത്രം, തൃത്താല മഹാദേവ ക്ഷേത്രം, തൃപ്പല്ലാവൂർ ശിവക്ഷേത്രം, തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രം, തൃപ്പലമുണ്ട മഹാദേവ ക്ഷേത്രം, തച്ചൻകാട് കാളിക്കാവ് ഭഗവതി ക്ഷേത്രം, തച്ചൻകാട് കുതിരമട മഹാവിഷ്ണു ക്ഷേത്രം, തിരുനാക്കുറിശി ശിവക്ഷേത്രം, നെല്ലിക്കുളങ്ങന ഭഗവതി ക്ഷേത്രം, നാലിശ്ശേരിക്കാവ്, പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രം, പല്ലസേനക്കാവ്, പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം, പാറശ്ശേരി മൂകാംബിക ക്ഷേത്രം, പാറശ്ശേരി വിഷ്ണു ക്ഷേത്രം, പാറശ്ശേരി
ചൊറ്റാനിക്കര, പാറയ്ക്കൽ മണപ്പള്ളി ഭഗവതി ക്ഷേത്രം, പാലൂർ മഹാദേവ ക്ഷേത്രം, പുലപ്പറ്റ മോക്ഷം, പൊക്കുന്നിയപ്പൻ ക്ഷേത്രം, പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം, ഭരതപുര ക്ഷേത്രം, മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം, മരുതൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, മണ്ണൂർ കൈമക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം, മങ്ങാട്ടുകാവ് ക്ഷേത്രം, മാത്തൂർ കാളിക്കാവിൽ ഭഗവതി ക്ഷേത്രം, മാത്തൂർ മന്ദപ്പുള്ളി ഭഗവതി ക്ഷേത്രം, മുതുകുറിശി ശ്രീ ഗിരാതമൂർത്തി ക്ഷേത്രം, മുത്തശ്ശേർക്കാവ് കുടുമുണ്ട, വക്കാലക്കാവ് വനദുർഗ ക്ഷേത്രം, വടക്കന്തറ തിരുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രം, വടക്കന്തറ രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം, വായില്ലാംകുന്ന് ക്ഷേത്രം, വടശ്ശേരി ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം, ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ഗണപതി ക്ഷേത്രം, ശ്രീ മങ്ങാട് ഭഗവതി ക്ഷേത്രം, കൂടാതെ നിരവധി ക്രിസ്ത്യൻ ദേവാലയങ്ങളും ജുമാ നിസ്കാര പള്ളികളുമുണ്ട്. പാലക്കാട് ഹൃദയഭാഗത്തായി ജൈനമതസ്ഥരുടെ പ്രാചീനമായ ഒരു പ്രാർത്ഥനാലയവും സ്ഥിതി ചെയ്യുന്നു. പാലക്കാട് ജില്ലയുടെ ചില പ്രത്യേകതകളാണ്: കരിമ്പനകളുടെ നാട്, റവന്യൂ വില്ലേജുകൾ കൂടുതലുള്ള ജില്ല, സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല, പ്രാചീന കാലത്ത് തരൂർ സ്വരൂപം എന്നറിയപ്പെട്ടു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല്, കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ ഓറഞ്ച്, നിലക്കടല, ചാമച്ചോളം, പരുത്തി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത കളക്ടറേറ്റ്. കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല.